Good morning, all. Good morning, ma'am. ഫാർമസി ആണല്ലേ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻജെന്റിങ് പഠിച്ചു അല്ലെ? അല്ലെ എവിടം വരെ അല്ലേ മിസ് എടുത്തത്? ഇൻജെന്റിങ് ഓഫ് ഡ്രഗ്സ് വരെയാണല്ലേ മിസ് എടുത്തത്? നോക്കിയോ? എല്ലാവരും നോക്കിയോ അതുവരെ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് അല്ലെ? എന്താണ് ഫാർമസിയില് ഫാർമസിയുടെ വിവരങ്ങൾ അല്ലെ, ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഫാർമസിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള റെക്കോർഡ്സുകളും രജിസ്റ്റേഴ്സും സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ റെക്കോർഡ്സുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഫാർമസിയിൽ സൂക്ഷിക്കുന്നത് എന്നാണ് നെക്സ്റ്റ് പഠിക്കുന്നത് കേട്ടോ. റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഫസ്റ്റ് പറയുന്നത് സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് അല്ലെ. എന്താണ് നമ്മൾ ഫാർമസിയിൽ എന്താണ് സ്റ്റോക്ക് ചെയ്യുന്നത്? മരുന്നുകൾ അല്ലെ, ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ അല്ലെ. അപ്പൊ ഈ പ്രോഡക്ട്സുകൾ പലതരത്തിലുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടല്ലോ. മരുന്നുകൾ പലതരത്തിലുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ പലതരത്തിലുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെ സ്റ്റോക്ക് അറിയണവർക്ക്? എത്ര മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് അല്ലെ, എത്ര മരുന്നുകൾ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, പലതരത്തിലുള്ള ഗ്രൂപ്പുകളിൽ പെടുന്ന ഡ്രഗ്സുകളെ, സ്റ്റോക്കുകളെ സൂചിപ്പിക്കുന്ന സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻജെന്റ് ആൻഡ് റെസീപ്റ്റ് വൗച്ചർ അല്ലെ. ഇൻജെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് പറഞ്ഞതാണ് നമ്മുടെ ഫാർമസിയില് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയുള്ള പർച്ചേസിംഗ് റിക്വസിഷനോ അല്ലെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്യുന്നതിനുള്ള പർച്ചേസിംഗ് ഓർഡറിനെയാണ് ഇൻജെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻജെന്റ് ഉണ്ടായിരിക്കും. കൂടാതെ ഒരു പേയ്മെന്റ് നടത്തുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്റ്റ് തരാറില്ലേ? ഇപ്പൊ നമ്മൾ ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് റെസിപ്റ്റ് തരാറില്ലേ? തരാറുണ്ടോ? ബില്ല് തരാറില്ലേ? ബില്ല് തരാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള ബിൽ വൗച്ചർ, അതായത് റെസിപ്റ്റ് വൗച്ചർ ഉണ്ടായിരിക്കും. ഫസ്റ്റ് പറയുന്നത് എന്താണ്? പലതരത്തിലുള്ള ഗ്രൂപ്പുകളിൽ പെടുന്ന ഡ്രഗ്സുകൾ എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ എന്ന് സൂചിപ്പിക്കുന്ന സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇൻജെന്റ്. എന്താണ്? ഒരു ഫാർമസിയിലെ വിതരണത്തിനോ അല്ലെങ്കിൽ അവർക്ക് പർച്ചേസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറിനോ ആണ് ഇൻജെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻജെന്റ് ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ്? മരുന്നുകള് കളുടെ പേയ്മെന്റ് നടത്തുകയും അല്ലെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതിന്റെ റെസിപ്റ്റ് വൗച്ചർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അല്ലെ. നമ്മൾ എന്ത് പറഞ്ഞു? ഫാർമസിയിൽ അവര് മാനുഫാക്ചറിങ് ചെയ്യുന്ന അതല്ലെങ്കിൽ അവര് സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകൾ ഇൻസ്പെക്ഷൻ നടത്താറുണ്ട് അല്ലെ, പരിശോധന നടത്താറുണ്ടല്ലോ ഇല്ലേ? ഉണ്ട്. അപ്പൊ ആ ഒരു ഇൻസ്പെക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തേണ്ടവര് ഓരോ മരുന്നുകളും പരിശോധിച്ചതിനെ കുറിച്ച് അല്ലെ, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സ്. ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാർമസിയെ സംബന്ധിക്കുന്ന എല്ലാ റെക്കോർഡ്സുകളും നമ്മൾ സിസ്റ്റത്തിൽ സൂക്ഷിക്കാറില്ലേ? ഇപ്പൊ സ്റ്റോക്ക് ലെഡ്ജർ, മരുന്നുകളുടെ ഇൻജെന്റ്, ഡ്രഗ്സുകളുടെ എന്താണ് ഇൻസ്പെക്ഷൻ നടത്തിയ റെക്കോർഡുകള്, എക്സ്പയറി ഡേറ്റിന്റെ എക്സ്പയറി ഡ്രഗ്സ്
ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സിസ്റ്റത്തിൽ സൂക്ഷിക്കാറുണ്ടോ? നമ്മൾ റെക്കോർഡുകളിലൊക്കെ സൂക്ഷിക്കുന്നത് ചിലപ്പോൾ നമുക്കത് മിസ്സായി പോവാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ഉണ്ടോ? കേടുപാട് സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും എന്തുണ്ട്? നമ്മുടെ ഫാർമസി അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനങ്ങളാണെങ്കിലും അവർ സിസ്റ്റത്തിൽ സൂക്ഷിക്കാറുണ്ടോ? റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറില്ലേ? ഇല്ല. അപ്പൊ അതാണ് ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അവരെന്തില് സൂക്ഷിക്കുന്നത്? സിസ്റ്റത്തില് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതാണ് ഇൻഡെക്സ് രജിസ്റ്റർ. നെക്സ്റ്റ് പറയുന്നത് ബിൻ കാർഡ്സ്. മിസ് കാണിച്ചു തരാം. നമ്മുടെ ഇതിലുണ്ട്, കണ്ടോ? ബിൻ കാർഡ്സ് നിങ്ങളിൽ ഫുൾ ആയിട്ടുണ്ടോ? ബിൻ കാർഡ്സ് ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? ബിൻ കാർഡ് കംപ്ലീറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, ഇതാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. ബിൻ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു മരുന്ന്, ഒരു ഡ്രഗ്സ് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട്, എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് മനസ്സിലാകാനായി സാധിക്കുന്നു. അപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മ ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്, ഒരു സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ബിൻ കാർഡുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പൊ അതിലെ ബിൽ നമ്പർ, അതായത് നമ്മൾ സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ ബിൽ നമ്പർ എത്രയാണ്, മെറ്റീരിയൽ ഏതാണ്, കോഡ് നമ്പർ എത്രയാണ്, മാക്സിമം ക്വാണ്ടിറ്റി നമുക്ക് എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ സാധിക്കും, ഓർഡറിംഗ് ലെവൽ എത്രയാണ്, നമ്മ ഓർഡർ കൊടുത്തത് എത്രത്തോളം ഉണ്ട്, അതിലെ മിനിമം ക്വാണ്ടിറ്റി നമുക്ക് എത്രത്തോളമാണ് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡേറ്റ്, നമുക്ക് ആ ഒരു പർച്ചേസിങ്, നമ്മൾ പർച്ചേസ് ചെയ്ത ആ ഒരു സാധനം നമുക്ക് കിട്ടിയത് എന്നാണ്. ക്വാണ്ടിറ്റി റിസീവ്ഡ്, നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ആ ഒരു സാധനം, ആ ഒരു ഡ്രഗ് റിസീവ് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു 250 ക്വാണ്ടിറ്റി ഡ്രഗ് ആണ് ലഭിച്ചത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്തു? 250 എഴുതു അല്ലെ? നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ മരുന്നുകളും, അതായത് 250 ക്വാണ്ടിറ്റിയിൽ മേടിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ നമ്മൾ ഇഷ്യൂ ചെയ്യോ? ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് സ്റ്റോറില് ഇഷ്യൂ ചെയ്യോ? വിതരണം ചെയ്യാനായിട്ട് ഇല്ല. നമ്മൾ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടോ? 250 മേടിച്ചാല് എന്ത് ചെയ്യും? 150 അവര് ഡിസ്ട്രിബ്യൂഷന് വെച്ചിട്ട് ബാക്കി 100 ആയിരിക്കും അല്ലെ അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ? ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താ? ക്വാണ്ടിറ്റി റിസീവ്ഡ്, അവര് 250 അവര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൽ 150 അവരെന്താണ്? ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഫാർമസി സ്റ്റോറിലേക്ക് ഇഷ്യൂ ചെയ്തു. ബാക്കി അവരിൽ എത്ര ഉണ്ട്? 100 ഉണ്ട് അല്ലെ? ബാലൻസ് 100 റിമാർക്സ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, സ്റ്റോറിൽ എത്ര മെഡിസിൻ അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിൽ മെഡിസിനിന് സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാലോ, അറിയാൻ സാധിക്കോ? ഓരോ മരുന്നുകളും എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ബിൻ കാർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഡ്രഗിന്റെ, അതായത് ഒരു മരുന്നിന്റെ എന്താണ്? സ്റ്റോക്ക് അല്ലെ? സ്റ്റോക്കിനെ സൂചിപ്പിക്കുന്നതാണ് ബിൻ കാർഡ്സ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ അല്ലെ? നമുക്കറിയാം എന്താണ്, നമുക്ക് ഡ്രഗ്സുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കാണാറുണ്ട് അല്ലെ? ഡ്രഗ്സുകളുടെ ആ സ്ലിപ്പുമ്പോൾ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടായിരിക്കും, എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും അല്ലെ? ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എക്സ്പയറി ഡേറ്റിനെ കുറിച്ച് ഉള്ള ഇൻഫോർമേഷൻസ്, എക്സ്പയറി ഡേറ്റ് എഴുതി സൂക്ഷിക്കുന്ന എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. നെക്സ്റ്റ് പറയുന്നത് അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് അല്ലെ? ചില മരുന്നുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പ്രതികൂല പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ നമ്മുടെ ബോഡിയില് ഇല്ലേ? ചിലർക്ക് നമുക്ക് വയറുവേദന, എന്താണ്, അസഹ്യമായിട്ടുള്ള വയറുവേദന ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തലകറക്കം വരാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, വൊമിറ്റിങ് വരാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് അലർജി പോലെ ചൊറിഞ്ഞു പൊന്താറുണ്ടോ? ഇല്ലേ?
അല്ലെങ്കിൽ എന്താണ് അവര് കുഴഞ്ഞു പോകാറുണ്ട് അല്ലെ, ചില പേഷ്യൻസ് കുഴഞ്ഞു പോവാറുണ്ട് അല്ലെ, തളർന്നു പോകാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും എന്താണ് അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ്സുകളെ, അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എഴുതി സൂക്ഷിക്കുന്ന അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ് അല്ലെ. നമ്മ പറഞ്ഞു പലതരത്തിലുള്ള സപ്ലയേഴ്സിൽ നിന്നല്ലേ നമ്മ മരുന്നുകൾ വാങ്ങിക്കുന്നത് ഫാർമസിയിലേക്ക്. അപ്പൊ ഓരോ സപ്ലയേഴ്സും ഏത് മരുന്നുകള്, ഏത് ഡ്രഗ്സുകളാണ് ഫാർമസിയിൽ കൊടുത്തിരിക്കുന്നത്, സപ്ലൈ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള സപ്ലയേഴ്സിന്റെ വിവരങ്ങളും അവിടെ ഏത് ഡ്രഗ്സുകളാണ് കൊടുത്തിട്ടുള്ളതെന്നും അത് എത്ര യൂണിറ്റിൽ, എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഫാർമസിയിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ എഴുതി ചേർക്കുന്നതാണ് ഫയൽ കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ് അല്ലേ. എന്താണ്, നമുക്ക് ഫാർമസിയിൽ മാനുഫാക്ചേഴ്സിന് അല്ലെങ്കിൽ നമുക്ക് പണം അടക്കണ്ടേ. അപ്പൊ അങ്ങനെ പണം അടക്കുന്നതിനുള്ള, പേയ്മെന്റ് സെറ്റിൽ ചെയ്യുന്നതിനുള്ള എന്താണ് ലെഡ്ജർ അക്കൗണ്ട്. അവര് ഓരോ സപ്ലയേഴ്സിനും എത്ര പണം അവര് അയച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്നുള്ള സൂക്ഷിക്കുന്ന റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. വൗച്ചർ കണ്ടിട്ടില്ലേ നിങ്ങൾ? വൗച്ചറിൽ ഒപ്പിടിച്ചതിന് ശേഷമാണ് അല്ലെ നമുക്ക് പൈസ ഒക്കെ തരുന്നത് അല്ലെ. വൗച്ചറിൽ ഒപ്പിടിച്ചിട്ടല്ലേ പൈസ തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വൗച്ചർ കേട്ടോ, റെമിറ്റൻസ് ഓഫ് പണം അടക്കുന്നതില്ല, പണം നൽകുന്നതിനുള്ള വൗച്ചേഴ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഡെനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ് അല്ലെ. എന്താണ്, നമ്മ ഉപയോഗിക്കാത്തതും ഉപയോഗിച്ചതുമായിട്ടുള്ള സാധനങ്ങളിൽ ദുരാരോപണം ചുമത്തപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, നമ്മ ഉപയോഗിച്ചതോ ഫാർമസിയിൽ ഉപയോഗിച്ചതോ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്തതുമായ സാധനങ്ങൾ, പ്രോഡക്ട്സുകളെ കുറിച്ച് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടാവുമല്ലോ. ചില പ്രോഡക്ട്സുകൾ ഉപയോഗിച്ചത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡെനൻസിയേഷൻ, ദുരാരോപണം ചുമത്തപ്പെടുന്ന പ്രോഡക്ട്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന ഫയൽ ഉണ്ടായിരിക്കും, റെക്കോർഡ് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ചില പ്രോഡക്ട്സുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അലർജി പോലെ നമ്മ എന്തെങ്കിലും ഒരു ഓയിൽമെന്റ്, ആ സൈഡ് എഫക്റ്റ് തന്നെയല്ല, നമ്മൾ ചെറിയ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളോ അല്ലെങ്കിൽ കുരുക്കളോ പോലൊക്കെ വരാറില്ലേ, അഡ്വേഴ്സ് റിയാക്ഷൻ പോലെ. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ ഹോസ്പിറ്റലിൽ റെക്കോർഡ് ചെയ്യാറുണ്ടോ? പേഷ്യന്റ് വന്ന വിവരം റിപ്പോർട്ട് ചെയ്യില്ലേ? ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് പ്രോഡക്ട്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതുന്ന റെക്കോർഡ് ഉണ്ടായിരിക്കും. ഉപയോഗിച്ചതോ അല്ലാത്തതോ ആയ പ്രോഡക്ട്സുകളെ കുറിച്ച് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ, പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന ഡെനൻസിയേഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ് അല്ലെ. എന്താ, നമുക്ക് ഫാർമസിയിലേക്ക് ഒരു വർഷത്തേക്ക് മരുന്നുകൾ അവർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഏതൊക്കെ പ്രോഡക്ട്സുകൾ അവർ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ, അത് എത്ര ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ, അതിന് അവർക്ക് എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ടുണ്ട് അല്ലെ. ആണോ? അപ്പൊ എന്താണ്, അങ്ങനെ ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ, ഇയർലി ഒരു വർഷത്തേക്ക് നമ്മുടെ ഫാർമസിയിലേക്ക് ആവശ്യമായി വന്നിട്ടുള്ള ഒരു കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള പ്രോഡക്ട്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഫോർമുലറി അല്ലെ. എന്താണ്, ഹോസ്പിറ്റലിൽ
സ്റ്റോക്കുള്ള മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങള് ഇൻഫർമേഷൻസ് എഴുതി സൂക്ഷിക്കുന്ന ഡ്രഗ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ആന്റിബയോട്ടിക് പോളിസി അല്ലെ. നമുക്ക് വരുന്ന അസുഖങ്ങൾക്ക് നമ്മൾ പലതരത്തിലുള്ള ആന്റിബയോട്ടിക്സുകൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഉണ്ടോ? ഉണ്ട്. ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാറുണ്ട്, ആന്റി ബാക്ടീരിയൽ ഏജൻസുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഈ പ്രോഡക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള സ്ട്രാറ്റജി അല്ലെ, പലതരത്തിലുള്ള എന്താണ് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയല്ലേ നമ്മൾ അത് കഴിക്കുന്നത്. ആന്റിബയോട്ടിക്സുകളൊക്കെ ഇത്ര ഡോസ് കഴിക്കണം അല്ലെ, 3 ദിവസം തുടർച്ചയായി കഴിക്കണം, അങ്ങനെ പല നിയന്ത്രണങ്ങളില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സുകളെ കുറിച്ചുള്ള നിയന്ത്രണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖപ്പെടുത്തുന്ന ആന്റിബയോട്ടിക് പോളിസി റെക്കോർഡ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഫസ്റ്റ് പറയുന്നത് എന്താണ്, നമ്മുടെ ഫാർമസിയിൽ ഡിഫറെന്റ് പലതരത്തിലുള്ള ഗ്രൂപ്പുകളിൽ പെടുന്ന ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്, ജനറൽ ഡ്രഗ്സുകൾ ഉണ്ട്, പിന്നെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ ഉണ്ട്. അപ്പൊ പലതരത്തിലുള്ള ഗ്രൂപ്പുകളിൽ പെടുന്ന മരുന്നുകളെ കുറിച്ച് അത് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഓർഡർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഫാർമസിയിൽ വിതരണം ചെയ്യുന്നതിനുള്ള റിക്വസിഷന് ആണ് ഇൻജന്റ്. അപ്പൊ അങ്ങനെയുള്ള ഇൻജന്റ് ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ്, റെസീപ്റ്റ് വൗച്ചർ അല്ലെ. എന്താണ്, നമ്മുടെ ബില്ല് സെറ്റിൽ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ബില്ല് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസീപ്റ്റ് വൗച്ചർ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, അവര് മാനുഫാക്ചറിങ് ചെയ്തതോ അല്ലെങ്കിൽ അവര് സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിച്ചതോ ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഇൻസ്പെക്ഷൻ നടത്താറുണ്ട് അല്ലെ, പരിശോധന നടത്താറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെ രേഖപ്പെടുത്തുന്ന ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. നെക്സ്റ്റ് എന്താണ്, ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സ് അല്ലെ. എന്താണ്, ഫാർമസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സിസ്റ്റത്തിലെ അപ് ടു ഡേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഇൻഡെക്സ് രജിസ്റ്റർ. നെക്സ്റ്റ് ബിൻ കാർഡ്. ബിൻ കാർഡ് എന്ന് പറഞ്ഞാല് ഓരോ മരുന്നുകളും എത്ര സ്റ്റോക്ക് ഉണ്ട് അതിന്റെ സ്റ്റോക്ക് പൊസിഷൻ സൂചിപ്പിക്കുന്നതിനായിട്ടുള്ള ബിൻ കാർഡ്സുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ അല്ലെ. എന്താണ്, ഫാർമസിയിലുള്ള മരുന്നുകളെ കുറിച്ച് ആ മരുന്നുകളെ ഏത് ഡേറ്റിനാണ് അല്ലെ കാലാവധി തീർന്നു പോകുന്നത്, എക്സ്പയറി ആയി പോകുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഡേറ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെ രേഖപ്പെടുത്തുന്ന എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. നെക്സ്റ്റ് അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് അല്ലെ. ഏതെങ്കിലും മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും ആ ഒരു മരുന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെ രേഖപ്പെടുത്തുന്ന അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മൾ വാങ്ങിക്കുന്ന ഡ്രഗ്സുകൾ അല്ലെ ആരിൽ നിന്നാണ്, ഏത് സപ്ലയേഴ്സിൽ നിന്നാണ് വാങ്ങുന്നത്, അത് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര അളവിൽ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളെ രേഖപ്പെടുത്തുന്ന എന്താണ് ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. നെക്സ്റ്റ് പറയുന്നത് ലെഡ്ജർ റെക്കോർഡ് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ് അല്ലെ. നമുക്ക് പണം അടയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് നടത്തുന്നതിനുള്ള വൗച്ചേഴ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മൾ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള പ്രോഡക്ട്സുകളെ കുറിച്ച് എന്തെങ്കിലും ദുരാരോപണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്ട്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന ഡെനൻസിയേഷൻ റെക്കോർഡ്. ഇപ്പൊ മാർക്കറ്റില് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ചിലപ്പോ വിപണിയിൽ മറ്റുള്ള ആളുകൾ യൂസ് ചെയ്ത് കഴിയുമ്പോ എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ വരാറില്ലേ, പൊതുവായിട്ട് നമ്മുടെ വിപണിയിൽ വരാറില്ലേ. ചിലപ്പോ നമ്മ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ, പേഷ്യൻസിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ വിപണിയില് വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുമ്പോൾ അവർക്ക് അത് ചെയ്താലോ, അവര് പർച്ചേസ് ചെയ്തതാണ് അല്ലെ, അവരുടെ ഫാർമസിയിൽ സ്റ്റോക്ക് ഉള്ളതും അല്ലേ അത് ആ ഒരു പ്രോഡക്റ്റ് ആണോ. അപ്പൊ അവർക്ക് പിന്നെ അത് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ദുരാരോപണം വന്നിട്ടുണ്ടെങ്കിൽ വിപണിയില് മാർക്കറ്റിൽ അങ്ങനെ ഒരു ദുരാരോപണം കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പേഷ്യൻസിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ?
ഇല്ല അല്ലെ? അതെന്താണ്? ആ ഒരു ഹോസ്പിറ്റൽ ഇമേജിനെ ബാധിക്കുന്നതാണോ? പ്രതിച്ഛായയെ ബാധിക്കുന്നതാണോ? കംപ്ലൈന്റ് വന്ന പ്രോഡക്ട്സ് അപ്പൊ അങ്ങനെയുള്ളതുമായിട്ടുള്ള പ്രോഡക്ട്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഡെനൻസിയേഷൻ റെക്കോർഡ്. നെക്സ്റ്റ് എന്താണ്? ഒരു ഫാർമസിയില് ഒരു വർഷത്തേക്ക് അവർക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ള പ്രോഡക്ട്സുകളെ കുറിച്ച് എല്ലാവരും കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന കൺഫർമേഷൻ, ഇയർലി കൺഫർമേഷൻ റെക്കോർഡ്. നെക്സ്റ്റ് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് അല്ലെ, ആ മരുന്നുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അത് ഏത് അസുഖത്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് എത്ര ഡോസിനാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ, അങ്ങനെയുള്ള മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഡ്രഗ് ലിസ്റ്റ്. നെക്സ്റ്റ് പറയുന്നത് ആന്റിബയോട്ടിക് പോളിസി അല്ലെ, നമ്മൾ എന്താണ് നമ്മുടെ അസുഖത്തിന് പലതരത്തിലുള്ള ആന്റിബയോട്ടിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ആ ആന്റിബയോട്ടിക്സുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള നിയന്ത്രണങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷനും സൂക്ഷിക്കുന്ന ആന്റിബയോട്ടിക് പോളിസി റെക്കോർഡ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് അല്ലെ, പലതരത്തിലുള്ള മരുന്നുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ ഫാർമസിയില്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകളാണ് ഫാർമസിയിൽ സ്റ്റോർ ചെയ്തെന്ന് നോക്കിയേ? ജനറൽ ഡ്രഗ്സ് അല്ലെ, ജനറൽ പാരസെറ്റാമോൾ പോലെയുള്ള ജനറൽ ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ ഫാർമസിയില്. ജനറൽ ഡ്രഗ്സുകള് പാരസെറ്റാമോള് അല്ലെ, പെനഡോ, മറ്റെന്താണ് പെന്റാസിഡ് അല്ലെ, നമ്മൾ ഗ്യാസിനൊക്കെ ഉപയോഗിക്കുന്ന പെന്റാസിഡ് പോലെയുള്ള ജനറൽ മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ നർക്കോട്ടിക് ഡ്രഗ്സുകൾ അല്ലെ, പെത്തഡിന്, ബാർബിറ്റുറേറ്റ്സ് അല്ലെ, എന്താണ് വേദന സംഹാരികളായിട്ടും നമ്മൾ സെഡേഷന് വേണ്ടി ഉപയോഗിക്കുന്ന നർക്കോട്ടിക് ഡ്രഗ്സുകളെ സൂക്ഷിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള നർക്കോട്ടിക് ഡ്രഗ്സുകള്. പിന്നെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ എന്താണ്, നമ്മൾ തണുപ്പിച്ച് വാക്സിന്, ഇൻസുലിന്, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എങ്ങനെയാ സൂക്ഷിക്കുന്നത്? ലിവർ എക്സ്ട്രാക്ട്സ്, അതൊക്കെ നമ്മൾ തണുപ്പിച്ചാണ് അല്ലെ സൂക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. നെക്സ്റ്റ് പറയുന്നത് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് അല്ലെ. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ട്രോക്കിന് അല്ലെങ്കിൽ ഈ അറ്റാക്കൊക്കെ വരുമ്പോ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ഉപയോഗിക്കുന്ന മരുന്നുകളല്ലേ ആസ്പിരിന്. കേട്ടിട്ടുണ്ടോ? ആസ്പിരിന്, എക്കോസ്പിരിനൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊ ആ മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന ചില കെമിക്കൽസ് നമുക്ക് ഈ തീപിടുത്തം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. നമ്മൾ ആ ഒരു ഡ്രഗ്സുകള് അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് വല്ല സ്പാർക്കിങ്ങോ അല്ലെങ്കിൽ വല്ല സ്പിരിറ്റിന്റെ ഒക്കെ കൂടെ നമ്മൾ ഒരുമിച്ച് സൂക്ഷിക്കുമ്പോൾ എന്തെങ്കിലും തീപിടുത്തത്തെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു ഇത് സ്പാർക്കിങ് വന്നിട്ടുണ്ടെങ്കിൽ തീപിടുത്തം ഉണ്ടാക്കും. അതുകൊണ്ട് എന്താണ് ആ ഡ്രഗ്സിൽ നമ്മൾ എന്താ പറയുന്നത്? ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെ നമ്മുടെ ഫാർമസിയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് തീപിടുത്തം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഡ്രഗ്സുകൾ, അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിന്റെ പ്രവർത്തനം കൊണ്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള 4 തരത്തിലുള്ള ഡ്രഗ്സുകളാണ് നമ്മൾ ഫാർമസിയിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ ആണോ? നെപ്രോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, നെപ്രോക്സിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്ധിവാതത്തിനൊക്കെ ഉപയോഗിക്കില്ലേ, ആ മരുന്നൊക്കെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്. ഈ ഓരോ മരുന്നുകളും ഓരോ തരത്തിൽ പെടുന്ന മരുന്നുകളും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? അപ്പൊ ഫസ്റ്റ് പറയുന്നത് ജനറൽ ഡ്രഗ്സുകൾ അല്ലെ. ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഫാർമസിയിലൊക്കെ A to Z ആ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കണ്ടിട്ടില്ലേ? അപ്പൊ എന്താണ് നമ്മുടെ ജനറൽ ഡ്രഗ്സുകൾ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ക്യാബിനറ്റിൽ സൂക്ഷിക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ബിൻ കാർഡ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ അല്ലെ. നേരത്തെ മിസ് കാണിച്ചു വന്നു ബിൻ കാർഡ് എന്താണ് അല്ലെ. എന്താണ് ബിൻ കാർഡ്? മെഡിസിനുകളുടെ സ്റ്റോക്ക് പൊസിഷൻ എന്താണ് അല്ലെ, അവിടുത്തെ സ്റ്റോറിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ബിൻ കാർഡുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഷോർട്ട് എക്സ്പയറി to be arranged in front and long expiry at the back. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ബാക്കിൽ നിന്ന് പ്രോഡക്ട്സ് എടുക്കാറുണ്ടോ?
അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് പാക്ക് ചെയ്യുന്ന പ്രോഡക്ട്സ് എടുക്കാറുണ്ടോ? ഫ്രണ്ടിൽ ഇരിക്കുന്ന പ്രോഡക്ട്സിന് എങ്ങനെയായിരിക്കും? എക്സ്പയറി ഡേറ്റ് കുറവായിരിക്കും. പെട്ടെന്ന് എക്സ്പയറി കഴിയുന്ന സാധനങ്ങളായിരിക്കും അവര് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 4 ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്രെഡ് അങ്ങനെയുള്ളതൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ എന്താണ്, നമുക്ക് എക്സ്പയറി ഡേറ്റ് തീർന്നു പോകുന്ന പെട്ടെന്ന് തീരുന്ന സാധനങ്ങള് ഫ്രണ്ടിലും എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള എന്താണ് ആ ഒരു പ്രോഡക്റ്റ് ബാക്കിലുമായിട്ട് സൂക്ഷിക്കുക. അപ്പൊ അവർക്ക് എന്താണ്, എടുത്തു കൊടുക്കുമ്പോ പെട്ടെന്ന് അത് എടുത്തു കൊടുക്കാം അല്ലെ. എക്സ്പയറി ഡേറ്റ് കുറച്ചുള്ള സാധനങ്ങൾ വേഗം എടുത്തു കൊടുക്കാലോ. ആണോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, എക്സ്പയറി ഡേറ്റ് കുറവുള്ളത് അല്ലെ, ഷോർട്ട് എക്സ്പയറി ഉള്ള ഡ്രഗ്സുകള് ഫ്രണ്ടിലും എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള ആ സെയിം ഡ്രഗ്സ് അത് ബാക്കിലുമായിട്ട് അല്ലെ സൂക്ഷിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് FIFO. FIFO. FIFO എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാല് അവര് ആദ്യം വാങ്ങിച്ച സാധനങ്ങള് ആദ്യം അവര് സെയിൽ ചെയ്യുക, സപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ എന്തായിരിക്കും, ആദ്യം വാങ്ങിച്ച സാധനങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് കുറവായിരിക്കും അല്ലെ, രണ്ടാമത് മേടിക്കുന്നതിനും എക്സ്പയറി ഡേറ്റ് കുറവായിരിക്കുമല്ലോ. ആണോ? ആണ് അല്ലെ. അപ്പൊ ആദ്യം വാങ്ങിച്ച സാധനങ്ങള് ആദ്യം വിറ്റഴിക്കുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ആദ്യം ഉപയോഗിക്കുകയോ ചെയ്യുക. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് എക്സ്പയറി. എന്താണ്, ആ മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ മരുന്നുകൾ യൂസ് ചെയ്യുക. എക്സ്പയറി ഡ്രഗ്സ് ഷുഡ് ടു ബി ഡിസ്പോസ്ഡ് ആസ് പെർ റൂൾ. എന്താണ്, എക്സ്പയറി കഴിഞ്ഞ ഡ്രഗ്സുകള് ആ ഒരു ഹോസ്പിറ്റലിനെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യാ, നിർമാർജനം ചെയ്യുക. ഓക്കെ ആണോ ഇത്? പല ഹോസ്പിറ്റലിലും ആ ഒരു ഹോസ്പിറ്റലിന്റെ സ്പേസ്, അവിടുത്തെ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു മരുന്നുകളെ ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു ക്രമീകരണങ്ങളില് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസൃതമായിട്ട് വേണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് narcotic drugs അല്ലെ. There should be different special organization for narcotic drugs like morphine, pethidine, barbiturates അല്ലെ. എന്താണ്, നമ്മുടെ narcotic drugsകള് സ്പെഷ്യൽ ഓർഗനൈസേഷന്റെ കീഴില്, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ കീഴില് ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോർഫിന്, പെത്തഡിന്, ബാർബിറ്റുറേറ്റ്സ് അല്ലെ. മോർഫിൻ എന്ന് പറഞ്ഞാല് നമ്മൾ പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളില്ലേ, ക്യാൻസർ പേഷ്യന്റിനൊക്കെ പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ളത്. പെത്തഡിൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പെയിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് കേട്ടോ, പെയിൻ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാർബിറ്റുറേറ്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ സെഡേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ്. നിങ്ങൾ എബ്രഹാം ഓസ്ലർ സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഈ ഡ്രഗ്സുകള്, ഈ നർക്കോട്ടിക് ഡ്രഗ്സുകൾ മിസ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ആ ഒരു മൂവിയിൽ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ഇത് ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് പറ്റാം, ആളുകൾ മിസ്യൂസ് ചെയ്യാം അല്ലെ, കളവ് നടക്കാലോ. ഹോസ്പിറ്റലിൽ തന്നെ കളവ് നടക്കാം അല്ലെ. ആണോ? മയക്കുമരുന്നൊക്കെ ആയിട്ട് യൂസ് ചെയ്യാലോ. ഇതൊക്കെ മയക്കുമരുന്നൊക്കെ ആയിട്ട് അവർ യൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടീമിന്റെ, ഒരു ഓർഗനൈസേഷന്റെ കീഴിലായിരിക്കണം ഈ ഒരു നർക്കോട്ടിക് ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻ. എന്താണ്, ഈ മരുന്നുകളെ കുറിച്ച്, ഈ നർക്കോട്ടിക് ഡ്രഗ്സുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള റെക്കോർഡ് സൂക്ഷിക്കണം എന്ന്. അല്ലെങ്കിൽ എന്ത് പറ്റാം, തെഫ്റ്റ് നടക്കാം അല്ലെ, കളവ് സംഭവിക്കാലോ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഡ്രഗ്സുകളും ഓരോ നെർക്കോട്ടിക് ഡ്രഗ്സുകളും എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. എന്താണ്? ഈ മരുന്നുകൾ എല്ലായ്പ്പോഴും കൂട്ടിലെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം. ഓക്കെ ആണോ? അതോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മരുന്നുകൾ ആളുകൾ അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അല്ലാത്തതുമായ ആളുകൾ മിസ്യൂസ് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് സേഫ് ആയിട്ട് വേണം അല്ലെ, സുരക്ഷിതമായിട്ട് വേണം സൂക്ഷിക്കുന്നതിന് വേണ്ടി. ഓക്കെ ആണോ ഇത്? നെക്സ്റ്റ് പറയുന്നത് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് അല്ലെ. നമ്മൾ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്താണെന്ന് പറഞ്ഞു. ആ ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിന്റെ സഹായത്തോടെ കെമിക്കൽസിന്റെ പ്രവർത്തനം കൊണ്ട് തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. ആണോ? എന്താണ് ഫസ്റ്റ് പീരീഡ് അല്ലേ മക്കളെ? ഒന്ന് ഉഷാറായിട്ടിരിക്കി. ഓക്കെ, അപ്പൊ ഡിഫറെന്റ്, അപ്പൊ ഇങ്ങനെയുള്ള മരുന്നുകൾ എങ്ങനെയായിരിക്കണം സൂക്ഷിക്കേണ്ടത്? ഡിഫറെന്റ് enclosed to be made for easily kindled things like spirit, gases and chemicals. പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാകാൻ സഹായിക്കുന്ന സ്പിരിറ്റിന്റെ അടുത്തോ ഗ്യാസിന്റെ അടുത്തോ അല്ലെങ്കിൽ കെമിക്കൽസിന്റെ അടുത്ത് സൂക്ഷിക്കാതെ അതുമായി എന്താണ് ഒരു വലയം സ്ഥാപിച്ചതിന് ശേഷമായിരിക്കണം ഒരു എൻക്ലോസർ അല്ലെ, ഒരു ബൗണ്ടറി അല്ലെ, ഒരു തടസ്സം ഉണ്ടായതിനു ശേഷമായിരിക്കണം ഇത് സൂക്ഷിക്കേണ്ടത്. ഓക്കെയാണോ? പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാക്കാൻ സഹായിക്കുന്ന സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസിന്റെ ഒക്കെ അടുത്ത് സൂക്ഷിക്കാതെ ഇതൊരു വേറൊരു സെക്ഷനിലായിരിക്കണം, വേറൊരു സ്ഥലത്തായിരിക്കണം സൂക്ഷിക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ. ആവശ്യമായിട്ടുള്ള വെന്റിലേഷനും പിന്നെ എന്താണ്, നമുക്ക് തീപിടുത്തം ഉണ്ടായാൽ അത് അണയ്ക്കുന്നതിനുള്ള അല്ലെ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഉണ്ടായി ഒരു ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കണം. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് എക്സ്ഹോസ്റ്റ് ഫാൻ ഫോർ എയർ ടു പാസ് ത്രൂ അല്ലെ. ആ ഒരു നെർക്കോട്ടിക് ഡ്രഗ്സ് മരുന്നുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് എയർ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു ഉള്ളിലുള്ള എയർ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എക്സ്ഹോസ്റ്റ് ഫാൻ ഉണ്ടായിരിക്കണം. നമ്മുടെ കിച്ചണിൽ അങ്ങനെയാണ് അല്ലെ. കിച്ചണിൽ എങ്ങനെയാണ്, എന്താണ്, നമ്മൾ ഗ്യാസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ആണോ? ഗ്യാസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ആവശ്യമായിട്ടുള്ള വെന്റിലേഷൻ ഉണ്ടോ? നമ്മ ആ ഒരു ഗ്യാസ് വെക്കുന്നതിന് നേരെ തന്നെ ജനലൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, വിൻഡോ ഒക്കെ ഉണ്ട് അല്ലെ. വിൻഡോ ഉണ്ട്, നമ്മ കിച്ചണില് എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് എന്താണ് ആവശ്യമായിട്ടുള്ള വെന്റിലേഷനും തീപിടുത്തം ഉണ്ടായാല് അത് അടക്കുന്നതിനുള്ള ഫയർ ഫൈറ്റിംഗ് ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുക, കൂടാതെ എക്സോസ്റ്റ് ഫാനും ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് അല്ലെ. ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, vitamins, liver extracts should be stored cold room between 15 degrees Celsius to 20 degrees Celsius അല്ലെ. 15% എന്നാണോ കിടക്കുന്നത്, ഡിഗ്രി സെൽഷ്യസ് എന്നാണോ കിടക്കുന്നത് നിങ്ങളുടെ ഫ്രിഡ്ജില്? പെർസെന്റേജ് എന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് ഡിഗ്രി സെൽഷ്യസ് ആകും കേട്ടോ. മെഗാ ഡിഗ്രി സെൽഷ്യസ് എന്നാകും കേട്ടോ. നമ്മുടെ എന്താണ് ഡ്രഗ്സ് ഡിഗ്രി എന്നാണ് അല്ലെ. എന്താണ് വിറ്റാമിന്, ആന്റിബയോട്ടിക്സ്, ലിവർ എക്സ്ട്രാക്ട്സ്, കരൾ സത്ത്. നമ്മുടെ ഈ ഇരുമ്പൊക്കെ കുറയുന്ന ആളുകൾക്ക് ഇരുമ്പ് സത്ത് കൊടുക്കാറില്ലേ? ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലിവർ എക്സ്ട്രാക്ട്സ് നമ്മൾ എന്ത് ചെയ്യുക, 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിച്ചിരിക്കുന്ന ആ ഒരു റൂമിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അത് കേടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയും റൂം ടെമ്പറേച്ചറിലുള്ള
ഏരിയാസിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. കോൾഡ് സ്റ്റോറേജ് ഫ്രിഡ്ജിലൊക്കെ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ് വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റീസ് അല്ലെ. ആ റൂമില് AC എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കണം. കൂടാതെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനുള്ള നിയന്ത്രിക്കുന്നതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. AC എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനുള്ള ഒരു ഫെസിലിറ്റി ആണ് അല്ലെ, ആണോ എയർ കണ്ടീഷൻ അല്ലെ? അതെ. അപ്പൊ അങ്ങനെയുള്ള ടെമ്പറേച്ചർ അല്ലെ, നമ്മുടെ ചൂട് നിയന്ത്രിക്കുന്നതിനുള്ള സൗകര്യം ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഡ്രഗ് ലൈക്ക് വാക്സിന്, സെറ, ഹോർമോൺസ് എക്സെട്ര ഹാവ് ബീൻ stored 2 degrees Celsius to 8 degrees Celsius in deep freezers or sparking cooler അല്ലെ. നമ്മുടെ വാക്സിന്, സെറം, ഹോർമോൺസ്, അപ്പൊ അങ്ങനെയുള്ള ബോഡി സെറം ഹോർമോൺ പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സുകള്, പിന്നെ വാക്സിനുകൾ അല്ലെ, നമ്മൾ ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്സിനുകള് 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഡീപ് ഫ്രീസേഴ്സിലോ അല്ലെങ്കിൽ വാക്യൂം കൂളേഴ്സിലോ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. വാക്യൂം കൂളർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കൂളർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലോ? ഇല്ല. നമ്മുടെ വീടുകളില് പോളിയോ കൊടുക്കാൻ ആശാ വർക്കേഴ്സ് ഒക്കെ വരാറില്ലേ? കണ്ടിട്ടുണ്ടോ അത്? ആശാ വർക്കേഴ്സ് ഒക്കെ വരാറുണ്ട് അല്ലെ, അവരെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. അതിലെന്താണ്, നമുക്ക് ഈ വാക്സിനുകളിലൊക്കെ എന്താണ് നമുക്ക് ഡീപ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. അതല്ലെങ്കിൽ കരൾ അല്ലെങ്കിൽ ഹാർട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒക്കെ ചെയ്യുന്ന സമയത്ത് സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഡീപ് ഫ്രീസറിലായിരിക്കും അവർ കൊണ്ടുവരുന്നത്, ഇതാവാതിരിക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? അപ്പൊ അങ്ങനെയുള്ള വാക്യൂം കൂളറിലൊക്കെ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് പോളിയോ കൊണ്ടുവരാൻ വരുമല്ലോ, പോളിയോ കൊണ്ട് തരൂല്ലേ ആശാ വർക്കേഴ്സ് ഒക്കെ. അപ്പൊ അതൊക്കെ എന്താണ്, നമുക്ക് ചൂട് തട്ടാൻ പാടുണ്ടോ? അതേ ഡീപ് ഫ്രീസ് ചെയ്തിട്ടായിരിക്കണം അല്ലെ സൂക്ഷിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാക്യൂം കൂളേഴ്സിലൊക്കെ ആക്കിയിട്ടാണ് നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് അവർ പോളിയോ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, വാക്സിനുകള്, സെറ, ഹോർമോൺസ് ഒക്കെ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഡീപ് ഫ്രീസേഴ്സിലോ അല്ലെങ്കിൽ വാക്യൂം കൂളേഴ്സിലോ സൂക്ഷിക്കുക. ആ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഒന്ന് നോക്കി വെക്കാട്ടോ മക്കളെ, ക്വസ്റ്റ്യൻ വരുന്നതാണ്. പിന്നെ നമ്മുടെ നർക്കോട്ടിക് ഡ്രഗ്സുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ, മോർഫിന്, പെത്തഡിന്, ബാർബിട്രേറ്റ്സ്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ FIFO ഇല്ലേ, FIFO ചോദിക്കാറുണ്ട്. വിൻ കാർഡ്സ് സ്റ്റോപ്പ് പൊസിഷനെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിങ്. ആ ഒരു റൂമിലെ ടെമ്പറേച്ചർ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി, ടെമ്പറേച്ചർ റീഡിംഗ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഡയൽ തെർമോമീറ്ററോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിങ്ങോ ആ ഒരു റൂമിൽ ഫിറ്റ് ചെയ്തിരിക്കണം. ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്യുന്ന, ടെമ്പറേച്ചർ പ്രദർശിപ്പിക്കുന്ന ഡയൽ തെർമോമീറ്ററോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിങ്ങോ ആ ഒരു റൂമിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, മെഡിക്കേഷൻ പ്രൊസീജിയർ എടുത്തോട്ടെ. Next, medication procedures. Medication method of IPD from the cabin or ward. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ വാർഡിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക്, IPD ഏരിയാസിലേക്ക് ഫാർമസിയിൽ നിന്ന് മെഡിക്കേഷൻസ് കൊടുക്കുന്നതിനുള്ള ആ ഒരു പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ എങ്ങനെയാണ് നമ്മുടെ റൂമില് നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മരുന്നുകൾ തരുന്നത്? ഒന്ന് പറഞ്ഞേ. ആദ്യം എന്ത് ചെയ്യും? ഡോക്ടർ വരുമ്പോൾ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരും അല്ലെ, നമ്മുടെ മെഡിക്കൽ റെക്കോർഡില് ചാർട്ടില് മെഡിക്കൽ ഡോക്ടർ എഴുതി തരോ കൗൺസിന് വരുമ്പോൾ? എന്നിട്ട് എന്ത് ചെയ്യും?
നേഴ്സ് അത് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുക്കും അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ നിന്ന് ട്രാൻസ്ക്രൈബ് ചെയ്ത് അതിലേക്ക് റെക്കോർഡ് ചെയ്യും അല്ലെ, അപ്ഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ആ ഒരു മെഡിക്കേഷൻ അതിന്റെ ആ ഒരു എന്താണ് ആ മെഡിക്കേഷന്റെ ആ ഒരു ചീട്ട് കോപ്പി എടുത്തു കൊടുക്കും. ആണോ ആണോ ഫാർമസിന്നല്ലേ നമുക്ക് മരുന്നുകൾ തരുന്നത്, ഫാർമസിന്നാണ് അല്ലെ മരുന്നുകൾ തരുന്നത്. അപ്പൊ ആ ഒരു ചീട്ട് ഫാർമസിയിലേക്ക് കൊണ്ടു കൊടുക്കണ്ടേ, ഡോക്ടർ ഏതൊക്കെ മരുന്നുകളാണ് അല്ലെ ആ ഒരു പേഷ്യന്റിന് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്താണ് ഇലക്ട്രോണിക്കൽ മെഷീൻ ഇതിലേക്ക് നമ്മുടെ നഴ്സ് ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു മെഡിസിന്റെ റിക്വസ്റ്റ് പ്രിന്റ് എടുത്ത് ഫാർമസിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് വിതരണം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ആ ഒരു മെഡിക്കൽ ആ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന ഡിസ്പെൻസിങ് സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ അല്ലേ. അവരെന്ത് ചെയ്യും, നമ്മുടെ കോപ്പി എടുത്തു കൊടുത്ത ആ ഒരു മെഡിക്കൽ ചീറ്റ് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് സ്റ്റോറിൽ നിന്ന് മരുന്നുകൾ എടുത്തു വെക്കോ. ഡിസ്പെൻസിങ്ങിന് നിൽക്കുന്ന ഫാർമസിസ്റ്റുകള് നമ്മുടെ ചീട്ട് നോക്കിയിട്ട് സ്റ്റോറിൽ നിന്ന് മരുന്നുകൾ എടുത്തു വെക്കും അല്ലെ. ആണോ? എടുത്തു വെക്കും. നെക്സ്റ്റ് എന്താണ്, അവരെങ്ങനെയാണ് എടുത്തു വെക്കുന്നത്, ആ ഒരു ചീട്ടിന്റെ ഒപ്പം നമ്മ ഹോസ്പിറ്റലില് ഫാർമസിയിൽ നിൽക്കുമ്പോ കണ്ടിട്ടില്ലേ, നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ തരത്തിലുള്ള ട്രേ കണ്ടിട്ടില്ലേ, ട്രേ അല്ലേ. ആ ഒരു ട്രേയില് എന്താണ് ഓരോ പേഷ്യന്റിന്റെയും പ്രിസ്ക്രിപ്ഷൻ ചീട്ട് വെച്ചിട്ട് അതിലേക്കാണ് അല്ലെ ആ ഒരു പേഷ്യന്റിന്റെ മരുന്നുകൾ വെക്കുന്നത്. ഓരോ പേഷ്യന്റിനും ഓരോ ട്രേയിൽ അവർ യൂസ് ചെയ്യുന്നത് കറക്റ്റാണ് അല്ലെ യൂസ് ചെയ്യുന്നത്. എന്താണ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ പേഷ്യന്റിനും ഓരോ കാർട്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഡിസ്പെൻസിങ്ങിന് നിൽക്കുന്ന നമ്മുടെ ഫാർമസിസ്റ്റ് നമ്മുടെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കി ആ ഒരു മെഡിക്കേഷൻ ആ ഒരു ഓർഡർ അനുസരിച്ച് എടുത്ത് എന്താണ് മെഡിക്കേഷൻ കാർട്ടിലേക്ക് വെക്കുന്നു അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നത്, അത് നമുക്ക് തരുന്ന ഫാർമസിസ്റ്റ് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കോ. ആ ഡിസ്പെൻസേഴ്സ് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മരുന്നുകൾ വീണ്ടും അവരൊന്ന് ക്രോസ് ചെക്ക് ചെയ്യില്ലേ ഫാർമസിസ്റ്റ്. ആ ഒരു എന്താണ് പ്രിസ്ക്രിപ്ഷൻ ചീട്ടില് തന്നിരിക്കുന്ന മരുന്നുകൾ തന്നെയാണോ അല്ലെ നമ്മുടെ ഡിസ്പെൻസറിയിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റ് എടുത്തു വെച്ചിരിക്കുന്നത്, സെയിം ഡോസിലുള്ള മരുന്നുകളാണോ അല്ലെ. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാറില്ലേ, മാറിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാറില്ലേ. ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസ് ചെക്ക് ഒക്കെ ചെയ്ത് അവർ ഉറപ്പാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫാർമസിന്ന് തരുന്ന ആ ഒരു എയ്ഡില്ലേ എന്താണ് ബാഗ് നമ്മ കാപ്പി കളറിൽ കണ്ടിട്ടില്ലേ, ആ ഒരു ഇതിലേക്ക് ഇട്ടല്ലേ നമുക്ക് പേര് എഴുതി തരുന്നത്, പേര് എഴുതും അല്ലെ. ഒരു വീതം 2 നേരം രാവിലെയും രാത്രിയും കഴിക്കാന്നൊക്കെ പറഞ്ഞ് അല്ലെ ഒരു കവറിലിട്ടല്ലേ തരുന്നത്, പേപ്പർ കവർ പോലത്തെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നമ്മുടെ ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ആ മരുന്നുകള് ഫാർമസി ഏത് ബാഗിലിട്ട് കാണിട്ട് ഓരോ പേഷ്യന്റിന്റെ വൈസ് ആണ് അല്ലെ. ഓരോ പേഷ്യന്റ് ഒരു ട്രേയിൽ ഇരിക്കുന്ന മരുന്നുകൾ ആ ഒരു പേഷ്യന്റിന്റെ വൈസ് എന്താണ് ഒരു ഇതിലിട്ട് അല്ലെ ഫാർമസി ഏത് ബാഗിലിട്ട് തരുന്നു അല്ലെ. നെക്സ്റ്റ് എന്താണ്, ഓരോ വാർഡിലേക്ക് ലേബലിംഗ് ഈസ് ഓൾസോ ഡൺ ഇഫ് നെസസറി. ലേബലിംഗിൽ വേണമെങ്കിൽ അല്ലെ നമുക്ക് ലേബലിംഗ് മിക്കവാറും എഴുതി തരാറില്ലേ, ഒരു വീതം 2 നേരം അല്ലെ, ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് എഴുതി തരാറില്ലേ. അപ്പൊ ലേബലിംഗ് ചെയ്തു തരുന്നു. നെക്സ്റ്റ് പറയുന്നത് സബ്മിറ്റ് ദ മെഡിക്കേഷൻ പേഷ്യന്റ് വൈസ് ടു ദി നഴ്സ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോർ അല്ലെ. ഓരോ ഫ്ലോറിലും അതുമായി ബന്ധപ്പെട്ട നഴ്സില്ലേ പേഷ്യന്റിന് മരുന്നുകൾ കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ ആ മരുന്നുകള് ഓരോ ഫ്ലോറിലുള്ള പേഷ്യന്റിന്റെ ബേസ് ആ ഫ്ലോറിലെ ഏത് നേഴ്സ് ആണോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആ ഒരു നേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്നു. ആ ഒരു നേഴ്സിന് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നേഴ്സ് വീണ്ടും ഉറപ്പാക്കും അല്ലെ. നേഴ്സ് വീണ്ടും അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമല്ലോ.
receive medicine from pharmacy aid and check the quantity according to the requirement അല്ലെ. ആ ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു അളവിൽ അല്ലെ, ആ ഒരു ക്വാണ്ടിറ്റിയിലെ മരുന്നുകൾ ഉണ്ടോ, ശരിയായ മരുന്നുകൾ തന്നെയാണോ എന്ന് നഴ്സും കൂടി ഉറപ്പുവരുത്തിയിട്ടല്ലേ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുള്ളൂ. Give the medication to the patients. ആ നഴ്സ് ഒന്നുകൂടെ ഉറപ്പാക്കിയതിന് ശേഷം പേഷ്യൻസിന് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇൻറ്റന്റ് ഫോർ പേഷ്യന്റ് ഇൻഫിക്സ് അല്ലെ. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ആ ഒരു പേഷ്യൻസിന്റെ ഇൻറ്റന്റ് ചെക്ക് ചെയ്ത് നോക്കുന്നു അല്ലെ, പരിശോധിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിപ്പോ നഴ്സ് പരിശോധിച്ചു കഴിഞ്ഞാലും നഴ്സ് എന്തുകൂടി നോക്കിയിട്ടാണ് നമ്മളോട് മരുന്ന് തരുന്ന സമയത്ത്, നമ്മളിപ്പോ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മരുന്നുകൾ തരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാറില്ലേ, പേര് ചോദിക്കാറില്ലേ, ഇന്ന പേഷ്യന്റ് ആണോ അല്ലേ അല്ലേ അല്ലേ. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ എന്താണ് പേഷ്യന്റ് ID നമ്പർ, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ, പേഷ്യന്റിന്റെ നെയിം, ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം റിട്ടേൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ, സ്റ്റോറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അവർ ആ ഒരു ഫയലിൽ ഉറപ്പാക്കിയതിന് ശേഷമാണ് ആ ഒരു മരുന്ന് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്താണ് ആ ഒരു ഇൻജന്റ് നമുക്ക് ഫാർമസിയിൽ നിന്ന് തന്നിരിക്കുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ അവർ നമ്മുടെ ഫയലിലും കൂടി സൂക്ഷിക്കാറുണ്ട് അല്ലെ. നഴ്സ് ഉണ്ടോ, നമുക്ക് ഇന്ന മെഡിസിനുകളൊക്കെ തന്നിട്ടുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലേ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ ഫയലിൽ സൂക്ഷിക്കുന്നു അല്ലെ. സ്റ്റോറിംഗ് ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ് അല്ലെ. ചില സമയത്ത് എന്താണ് നമുക്ക് ഉച്ചക്കലത്തേക്കുള്ളത് അല്ലെങ്കിൽ രാത്രിക്കുള്ള മരുന്നുകളൊക്കെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ, ഡോക്ടർ എഴുതി തന്നിട്ടില്ലേ. എന്നിട്ട് നഴ്സ് ആ ഒരു സമയത്ത് വന്നിട്ട് നമുക്ക് എടുത്തു തരും അല്ലെ. നഴ്സ് ആ ഒരു സമയത്ത് വന്നിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് മേടിച്ചു വെച്ചിരിക്കുന്ന മെഡിസിനിൽ നിന്ന് എടുത്തു തരില്ലേ. അപ്പൊ സ്റ്റോറിംഗ് അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യൻസ് ക്യാബിനറ്റ്, എന്താണ് പേഷ്യന്റിന്റെ ക്യാബിനറ്റ്, പേഷ്യന്റിന്റെ ആ റൂമിലുള്ള ആ ക്യാബിനറ്റിൽ മെഡിസിൻ അവർ അഡ്വാൻസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. ലാസ്റ്റ് ഇൻറ്റന്റ് റെസിപ്റ്റ് വെച്ച് എന്താണ് റിസീവ് പേപ്പർ, ആ ഒരു ഇൻറ്റന്റ് ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ സൂക്ഷിക്കുന്നു. ഓക്കെ ആണോ? ആദ്യം മുതൽ മിസ് ഒന്നുകൂടെ പറയാം. Doctors write the prescription. The nurse transcribe the prescription by electronic machine on the HIS, hospital information system. എന്താണ് ഡോക്ടർ റൗണ്ട്സിനൊക്കെ വരുമ്പോൾ പേഷ്യന്റിനെ കൺസൾട്ട് ചെക്കപ്പ് ചെയ്തതിനു ശേഷം പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എഴുതി കൊടുക്കുന്നു. ആ ഒരു നഴ്സ് പേഷ്യന്റിന്റെ കൂടെ വരുന്ന ഡോക്ടറുടെ കൂടെ വരുന്ന ആ ഒരു നഴ്സ് ആ ഒരു പേഷ്യന്റിന് എഴുതി കൊടുത്തിരിക്കുന്ന പ്രിസ്ക്രിപ്ഷന് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു അല്ലെ. അതിനുശേഷം ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിൽ നിന്നുള്ള അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഒരു ഇലക്ട്രോണിക് മെഷീൻ ആ ഒരു കോപ്പി എടുത്തിട്ട് അത് ഫാർമസിയിലേക്ക് ആ ഒരു മെഡിക്കേഷന്റെ പ്രിന്റ് കൊണ്ടുപോയി കൊടുക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഡിസ്പെൻസിങ്ങിന് നിൽക്കുന്ന ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മീഡിയം ടൈം എന്നാണോ കിടക്കുന്നത്, മെഡിക്കേഷൻ എന്നാണ് കേട്ടോ. മെഡിക്കേഷൻ ഫ്രം ഡിസ്പെൻസേഴ്സ് ആ ഒരു മെഡിക്കേഷൻസ് എന്താണ് ആ ഒരു മെഡിസിൻ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന ആ ഒരു മെഡിക്കേഷൻസ് അവർ ആ ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് എന്താണ് ആ ഒരു മെഡിക്കേഷൻ ഓർഡറിന്റെ ഒപ്പം നെക്സ്റ്റ് പറയുന്നത് then medicine should be kept in small medication card along with the printed medication order sheet. അവർ ആ ഡിസ്പെൻസേഴ്സ് ആ ഒരു അത് ഫിസിക്കൽ ആയിട്ട് നോക്കിയതിന് ശേഷം ആ ഒരു മെഡിക്കേഷൻ ചീട്ടിൽ എഴുതിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ ചീട്ടിൽ എഴുതിയിരിക്കുന്ന മരുന്നുകൾ എടുത്തിട്ട് എന്താണ് ഒരു മെഡിക്കേഷൻ കാർട്ടില് സ്മോൾ മെഡിക്കേഷൻ കാർട്ടില് ആ ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ചീട്ടിനൊപ്പം ഓർഡറിനൊപ്പം ആ ഒരു മരുന്നുകൾ വെക്കുന്നു. അതിനുശേഷം ഫാർമസിസ്റ്റ് മരുന്നുകൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു അല്ലെ. ഡിസ്പെൻസേഴ്സ് എടുത്ത് കൊടുത്തിരിക്കുന്ന മരുന്നുകൾ ശരിയായിട്ടുള്ള മരുന്നുകളാണോ, വല്ല അപാകതകൾ അല്ലെ വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഫിസിക്കലി ആയിട്ട് നോക്കുന്നു. After verifying proper dispensing, pharmacy aid bag all the medication into a bag and stick to the medication order along with it. എന്താണ് ആ ഒരു മെഡിക്കേഷൻ അവര് ശരിയായി നോക്കിയതിന് ശേഷം ഫാർമസി എയ്ഡ് ബാഗിലേക്ക് ഇട്ട് അതിൽ എന്താണ് പേഷ്യന്റിന്റെ പേര് എഴുതിയിട്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീറ്റിന്റെ ഒപ്പം അല്ലേ അവര് നമുക്ക് സ്റ്റാപ്ലർ ചെയ്ത് തരുന്നത്. സ്റ്റിക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാപ്ലർ ചെയ്ത് തരാറുണ്ട് അല്ലെ. നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് ആ ഒരു മരുന്നിന്റെ കവറുകളുടെ ഒപ്പം സ്റ്റാപ്ലർ ചെയ്ത് തരാറില്ലേ ഒന്നിച്ച്. അപ്പൊ
എന്താണ് നമ്മുടെ മരുന്നുകള് ആ ഒരു മെഡിക്കേഷൻ പേപ്പർ ഫാർമസി എയ്ഡ് ബാഗിൽ ആ മരുന്നുകളൊക്കെ ഇട്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഷീറ്റിന്റെ ഒപ്പം നമുക്ക് പിൻ ചെയ്ത് തരുന്നു അല്ലെ, സ്റ്റാപ്ലർ ചെയ്ത് തരുന്നു. നെക്സ്റ്റ് എന്താണ്, ലേബലിംഗ് ഈസ് ഓൾസോ ഡൺ ഇഫ് നെസസറി അല്ലെ. എന്താണ്, ഇന്ന പേഷ്യന്റിന്റെ പേര് എഴുതാറുണ്ട്, ഏതൊക്കെ സമയത്താണ് കഴിക്കേണ്ടതെന്ന് എഴുതാറുണ്ട് അല്ലെ. രാവിലെയാണോ രാത്രിയാണോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പാണോ ഭക്ഷണത്തിന് ശേഷമാണോ അല്ലെ എന്നുള്ള കാര്യങ്ങൾ അവരത് ലേബലിംഗ് ചെയ്ത് തരുന്നു. നെക്സ്റ്റ് പറയുന്നത് സബ്മിറ്റ് ദ മെഡിക്കേഷൻ പേഷ്യന്റ് വേസ് ടു ദി നഴ്സ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോർ അല്ലെ. ഓരോ ഫ്ലോറിലേക്കും അക്കൗണ്ടബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് ആ ഒരു മെഡിക്കേഷൻ പേഷ്യന്റിന്റെ ബേസിൽ അവര് സബ്മിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്, പേഷ്യന്റ് nurse receive medicine from pharmacy aid and check the quantity according to the requirements. ആ ഒരു നഴ്സ് ആ മരുന്ന് വാങ്ങിയതിന് ശേഷം ആ ഒരു ഫാർമസി എയ്ഡ് വാങ്ങിയതിന് ശേഷം അവര് ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ അല്ലെ മരുന്നുകൾ ഉണ്ടോ, ശരിയായ മരുന്നുകളാണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷം പേഷ്യന്റിന് കൊടുക്കുന്നു അല്ലെ, ഗിവ് ദ മെഡിക്കേഷൻ ടു ദി പേഷ്യന്റ്. ആ പേഷ്യന്റിന് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ ഹിസ്റ്ററി അല്ലെ. ആ പേഷ്യന്റിന്റെ വിവരങ്ങൾ അവർ ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷമാണ് പേഷ്യന്റിന് നൽകുന്നത് അല്ലെ. പേഷ്യന്റിന്റെ ID നമ്പർ, ബെഡ് നമ്പർ, നെയിം, ഡോസേജ് ഫ്രം റിട്ടൺ ഇൻ പ്രിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഡോസും ഡോസേജും ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. നെക്സ്റ്റ് അഡ്വാൻസ് ആയിട്ട് അവരെ ക്യാബിനറ്റിൽ സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനായി നൽകുകയും ലാസ്റ്റ് ഇന്റന്റ് വൗച്ചർ അവരുടെ റെക്കോർഡുകളിൽ മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? അതറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസ് കൂടി എടുത്തോട്ടെ മിസ്. ഫിനാൻസ് സിമ്പിൾ ആണ്, എടുത്തോട്ടെ. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസ്. ഒരു ഫാർമസിയില പ്രൈമറി ഫിനാൻസ് എവിടെ നിന്നാണ്? പ്രാഥമിക ഉറവിടം അവർക്ക് ആവശ്യമായിട്ടുള്ളത് പേഷ്യന്റിന്റെ അടുത്ത് നിന്നാണ് അല്ലെ. നമ്മ വാങ്ങിക്കുന്ന മരുന്നുകള് പേഷ്യൻസ് കൊടുക്കുന്ന പൈസ അല്ലേ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ആണോ അല്ലെ. അപ്പൊ പ്രൈമറി സോഴ്സ് ചാർജ് ഗോട്ട് ഫ്രം ദി പേഷ്യൻസ്. എന്താണ്, മരുന്നുകൾക്ക് ആ ഒരു പേഷ്യന്റിൽ നിന്ന് ഈടാക്കുന്ന ആ ഒരു ചാർജ് ആണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിനെ സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള ആ ഒരു ഫിനാൻസിന്റെ ഉറവിടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ചാർജ് ഗോട്ട് ബൈ ദി പേഷ്യൻസ് are either fully paid by himself or from the third party. എന്താണ്, ബില്ല് പല രീതിയിൽ നമ്മൾ സെറ്റിൽ ചെയ്യാറുണ്ടല്ലോ. ക്യാഷ് ആയിട്ട് കൊടുക്കാറുണ്ട്, ചില സമയത്ത് നമുക്ക് എന്താണ് ഇൻഷുറൻസ് കവറേജ് കിട്ടാറുണ്ട് അല്ലെ, ക്ലെയിം പോലെയുള്ള ഇല്ലേ, തേർഡ് പാർട്ടി പ്രൊവൈഡർ ഇല്ലേ. അപ്പൊ എന്താണ്, ചാർജ് ഗോട്ട് ബൈ ദി പേഷ്യന്റ് ആർ ഐദർ ഫുള്ളി പെയ്ഡ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ് ആ ഒരു പേയ്മെന്റ് ഫുള്ളായിട്ട് അല്ലെ മുഴുവനായിട്ട് മടക്കിയെന്നോ, അതല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടിയിലെ നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം പോലെയുള്ള തേർഡ് പാർട്ടി കവറേജ് ആയിട്ടും ആ ഒരു പേയ്മെന്റ് ഫാർമസിയിലേക്ക് നൽകുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് ഫാർമസിയിലേക്ക് മരുന്നുകൾ പൈസ കിട്ടാറില്ലേ, ഫിനാൻസ് കിട്ടാറില്ലേ. അവര് നടത്തുന്ന ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് അല്ലെ മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവര് മാനുഫാക്ചറിങ് ചെയ്ത് അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അവർക്ക് ഫണ്ട് കിട്ടുന്നില്ലേ, പൈസ കിട്ടുന്നില്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് അല്ലെ അവർക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എൻവോൾവ്മെന്റ് ഫണ്ട്സ്. The endowment funds are funded mainly through donations. The funds have specific policy and concerns investment, withdrawal and usage of the fund. നമുക്ക് ഇത് കിട്ടാറില്ലേ, എൻഡോമെന്റ് ഫണ്ട്. നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കോളർഷിപ്പ് കിട്ടാറുണ്ടോ? ഉണ്ട്. അപ്പൊ ആ ഒരു സ്കോളർഷിപ്പിന്റെ ഫണ്ട്, ആ ഒരു എൻഡോമെന്റ് ഫണ്ട് എന്താണ്, നമ്മുടെ സ്കൂളുകാർക്ക് വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റോ? അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം വരുത്താനോ അതല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ ബിൽഡിങ്ങിൽ മാറ്റം വരുത്താനോ പറ്റോ?
ഇല്ല അല്ലെ. ആ സ്കോളർഷിപ്പിന്റെ ഫണ്ട് കുട്ടികൾക്ക് തന്നെയാണ് അല്ലെ സ്കോളർഷിപ്പ് കൊടുക്കേണ്ടത്. ആര് ഫണ്ട് കൊടുക്കേണ്ടത്? ആണ്. അതേപോലെ എന്താണ് നമുക്ക് പുറത്തു നിന്ന് ഇങ്ങനെയുള്ള എൻഡോമെന്റ് ഫണ്ടുകൾ, ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എൻഡോമെന്റ് ഫണ്ടുകൾ ലഭിക്കാം. എന്താണ് അതെങ്ങനെയാ കിട്ടുന്നത്? ദ എൻഡോമെന്റ് ഫണ്ട്സ് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ഡൊണേഷൻസ് അല്ലെ. ഡൊണേഷനുകളൊക്കെ വഴിയാണ്, സംഭാവനകളൊക്കെ വഴിയാണ് ഈ ഒരു ഫണ്ടുകൾ അവർക്ക് ലഭിക്കുന്നത്. The fund have specific policy that concern investment, withdrawal and usage of the fund. ഈ ഒരു ഫണ്ട് അവർക്ക് കൺസേൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഇങ്ങനെയുള്ള ഡൊണേഷൻസ് അവർക്ക് ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് യൂസ് ചെയ്യാനും എന്താണ് ആ ഒരു ഫണ്ട് അവർക്ക് വിത്ഡ്രോ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓക്കെ ആണോ? ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് അവർക്ക് ലഭിക്കുന്ന എൻഡോമെന്റ് ഫണ്ടുകളാണ് മറ്റ് ഫണ്ടിൽ പെടുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ചിലപ്പോ എന്താണ് ഹോസ്പിറ്റലിലെ പൊതുവായ കാര്യങ്ങൾക്ക് അവർക്ക് ഫണ്ടുകൾ കിട്ടാറുണ്ട് അല്ലെ. ഗിഫ്റ്റ് പോലെ കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ മറ്റുള്ള ചാരിറ്റിയുടെ വക, മറ്റുള്ള എന്തെങ്കിലും ഇതിന്റെ വക കോൺട്രിബ്യൂഷൻസ് കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ്, ഗിഫ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും യൂസ് ചെയ്യാലോ, മറ്റു ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാലോ. ഉപയോഗിക്കാൻ പറ്റില്ലേ? പറ്റും. പക്ഷെ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രം കിട്ടുന്ന കോൺട്രിബ്യൂഷൻ ആണ് അല്ലെങ്കിൽ ഡൊണേഷൻ ആണെങ്കിൽ അത് നമുക്ക് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അനസ്തീഷ്യ സെക്ഷനിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ വേറൊരു ഫണ്ട്, ഫസ്റ്റത്തത് നമ്മുടെ എന്താണ് പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അല്ലെ. പിന്നെ പറയുന്നത് പേഷ്യൻസിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിന്റെ അല്ലെ, ഇൻഷുറൻസ് ക്ലെയിം അങ്ങനെയുള്ള തേർഡ് പാർട്ടി കവറേജിൽ നിന്ന് കിട്ടുന്നതോ. മൂന്നാമത്തത് റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് കിട്ടുന്നത് അല്ലെ. നാലാമത് പറയുന്നത് ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി കിട്ടുന്ന എൻഡോമെന്റ് ഫണ്ടുകൾ. ഓക്കെയാണോ? അഞ്ചാമത്തെ പറയുന്നത് ഗിഫ്റ്റ്സ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ജനറൽ ഫങ്ഷൻസ് എക്സ്പെൻസ് അല്ലെ. ഹോസ്പിറ്റലിലെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, എക്സ്പെൻസിന് വേണ്ടി, ചെലവുകൾക്ക് വേണ്ടി കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്, സംഭാവനകളോ ഗിഫ്റ്റുകളോ ആണ് അഞ്ചാമത്തെ വിഭാഗത്തിൽ പെടുന്നത്. ഓക്കെയാണോ? ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണോ? നമ്മളിപ്പോ ഫിനാൻസ് വരെയാണ് എടുത്തത്. നെക്സ്റ്റ് ഇനി നമുക്ക് പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു പോർഷൻ ഉള്ള പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസും പിന്നെ റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് കേട്ടോ. അത്രയേ ഉള്ളൂ ഇനി അതിലെടുക്കാൻ. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ, എനിക്ക് സ്പില്ലേജ് വേസ്റ്റ് കഴിഞ്ഞില്ലേ മക്കളെ? സ്പില്ലേജ് വേസ്റ്റ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു അല്ലെ. ഇത് ഇനി വേറൊരു ചാപ്റ്ററും കൂടി ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കേട്ടോ. നെക്സ്റ്റ് മിസ് എടുക്കുന്ന ചാപ്റ്റർ അതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ്സിന്റെ കഴിഞ്ഞു, വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.